കിഴക്കുതിറ്റും മണിക്കിച്ചെമ്പഴുക്ക ഞാനെന്തെടുത്തു വെച്ചേ പോയി എന്റെ വെറ്റിലെത്താൻ വെളുത്തിൽ കൊള്ളാലോ ഡ്രസ്. ഞാനും സിദ്ധുവും പുറത്തു പോകുന്നു. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. എന്റെ പൊന്നോ, ഒരു വാലന്റൈൻസ് ഡേ ആന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാണണം. നല്ല കൊള്ളാം. ഓ എനിക്കുമുണ്ട് വാലന്റൈൻസ് ഡേക്ക് മിഠായിയൊക്കെ തരാൻ ആൾക്കാർ. എവിടെന്ന് ആർക്കും ചേച്ചി, ഞാൻ വീടിന് പുറത്തിറങ്ങിയപ്പോണ്ടല്ലോ ഒരുത്തൻ ചുമല ഷർട്ട്, വെള്ള പാന്റ്, ബ്രൗൺ ഷൂസ്, പച്ച വാച്ച്, കറുപ്പ് കണ്ണട, പച്ച പരിഷ്കാരം പുറത്തിറങ്ങി നിൽപ്പുണ്ടായി. ഷിബുറോക്സായിരിക്കും, അല്ലാണ്ട് ആര്? എന്നിട്ട് സിനിമ സ്റ്റൈലില് ഒരു കൊച്ചിന്റെ കയ്യിൽ ഈ മുട്ടായും ഒരു റോസാപ്പൂ തന്നു ഇട്ടേക്കുക. നീ മേടിച്ചാ? ഞാനറിഞ്ഞ റോക്സ് തന്നോട്ടേന്ന്. ആദ്യം ഞാൻ വാങ്ങി. റോക്സ് എന്ന് പറഞ്ഞ അപ്പൊ തന്നെ പൂജ തിരിച്ചു കൊടുത്തു. പിന്നെ മുട്ടായി നമുക്ക് കഴിക്കാലോ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് ഷെയർ ചെയ്യാം. ചേച്ചിക്കില്ല, ഇവിടെ കെട്ടിനോട് വെച്ചാൽ മതി. പരിപാടി എവിടെയാണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ? ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിൽ എവിടെ? ഫോർട്ട് കൊച്ചിയിലെ ഏതോ ഒരു വലിയ ഹോട്ടലാന്ന് പറഞ്ഞു. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൽ കണ്ണൊന്നും കാണൂല, വെള്ളത്തിലൊന്നും വീഴല്ലേട്ടാ. തമാശ. ചില ആൾക്കാരുണ്ടല്ലോ കേക്ക് പറ. ചില ആൾക്കാര് തേച്ചൊട്ടിച്ചിട്ടൊക്കെ പോയി. സാരില്ല കേശു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നിനക്ക് പ്രേമിക്കാൻ അറിയാൻ പാടില്ലാന്ന്. അതൊക്കെ ഞാനും സിദ്ധു ഓവർ ആക്കണോ? ഒന്ന് പോയമ്മായി. ഒന്ന് പോയമ്മായി. ലച്ചേച്ചി പറയട്ട്, ഇത് ലച്ചേച്ചിയുടെ കാലല്ലേ. നല്ല വിഷമമുണ്ട് അല്ലേ? പിന്നെ വിഷമിക്കാൻ പോണല്ലേ ഉള്ളു. പറയട്ടാ പറ ചേച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞ ചേച്ചി ഞെട്ടരുത്. പറയട്ടോ അമ്മായി, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. സൂപ്പർ. പിന്നെ ഇന്ന് എറണാകുളം ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം മിന്നൽ പണിമുടക്ക്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. ഒരു കടകളും തുറക്കുന്നതല്ല. പ്രത്യേകിച്ച് റെസ്റ്റോറന്റുകൾ. വണ്ടി പുറത്തിറക്കിക്കൂടാ. ഏതോ പാർട്ടിക്കാരനെ വെട്ടോ കൊത്തോ ഇടിയോ പിടിയോ എന്തോ സംഭവിച്ചു. അതാണ് സംഭവം. മിന്നൽ പണിമുടക്ക് എറണാകുളം ജില്ലയിൽ. ബ്രേക്കിംഗ് ന്യൂസ്. ഓടാടന്ന് നിനക്ക് വെറുതെ അസൂയ. ഞാൻ വിശ്വസിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ പെട്ടെന്ന് എങ്ങനെയാ മിന്നൽ പണിമുടക്കൊക്കെ വന്നെ? അതിനാണ് മിന്നൽ പണിമുടക്കം. ഇരിക്കട്ടെ. ഉള്ളതാ ചേച്ചി, നീ നോക്ക്. ഡ്രസ് താഴെ പോയി പിടിച്ചേ. കുഴപ്പമില്ല, നല്ല ഡ്രസ്സാ. അലമാരിൽ എടുത്തു വെച്ചോ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒത്തിരി അയച്ചതാണല്ലേ, സാരമില്ല. ഒരാള് കരയണുണ്ട്, ഒരാള് ഓടേത്. എന്നാലും ഈ സമയമോശം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുണ്ടോ? ഞാനും സിദ്ധു ഒരുമിച്ചുള്ള ആദ്യത്തെ വാലന്റൈൻസ് ഡേ എനിക്ക് ആഘോഷിച്ചാൻ പറ്റത്തുള്ളൂ. ആഘോഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങിക്കൂട്. അവന്മാര് ചവിട്ടിക്കുട്ടി ഏറി കയറ്റും. എടാ, ഇത് അടുത്ത വർഷം ഉള്ളതല്ലയോ? അപ്പൊ പിന്നെ അടുത്ത വർഷം ആഘോഷിക്കാം മോളെ. അടുത്ത വർഷം സിദ്ധു മക്കളെ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ കൊണ്ടുപോയി ചോറും പരിപ്പും സാമ്പാറും എല്ലാം കൂട്ടി നല്ല സദ്യ മക്കൾക്ക് മേടിച്ചു തരും. പോയ അങ്ങനെ ഒന്നും അല്ല. അടുത്ത പോലെ സിദ്ധു ഇവിടെ ഉണ്ടാവുന്ന ഉറപ്പ്. പറഞ്ഞ ശരിയാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം ചേച്ചി, നമുക്ക് നാളെ ആഘോഷിക്കാം. പറ്റില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഫോട്ടോ ചില റെസ്റ്റോറന്റുകാർ എനിക്ക് റീഫണ്ടും ചെയ്തു കഴിഞ്ഞു. എന്തൊരു കഷ്ടമാണത്. லட்சு, நீ வருத்தப்படாத. உனக்கு பிடிச்ச சுடுசுடா பழம்பொரி நான் உண்டாக்கி கொடுக்கறேன்.
അത് ആന്റി തന്നെ അങ്ങ് തിന്നാ മതി. സിദ്ധു, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് ഈ ജില്ലയിലല്ലേ ഹർത്താലുള്ളൂ, നമുക്ക് വേറെ ജില്ലയിൽ പോയി ആഘോഷിക്കാം. എവിടെ ബുദ്ധിമതി, അത് കൊള്ളാം കേട്ടാ. വേഗം ഇറങ്ങിക്കോ, വാ വേഗം ഇറങ്ങാം. ഞാൻ എടീന്ന് വിളിച്ചാ ചേച്ചി വേഗം ഇറങ്ങാം. കൊലക്ക് കൊടുക്കാന്നൊക്കെയാണല്ലോ ചേച്ചി. എന്റെ പൊന്നേച്ചി, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അറിയാലോ അവന്മാര്. എടാ കാലമാടാ, മനസ്സറിഞ്ഞ അങ്ങ് പ്രാഗിയല്ലേ? ഓ പിന്നെ പറയണേട്ടോ, അതൊന്നും ഞാനാണ് പാർട്ടിക്കാരുടെ അടി ഉണ്ടാക്കിയത്. അതെ ഇനി ഒരു വഴക്കിനുള്ള സ്കോപ്പ് ഉണ്ടാക്കണ്ട. ലച്ചൂസ് പറഞ്ഞതേ നല്ലൊരു ഐഡിയ. നമുക്ക് അടുത്ത ജില്ലയിൽ പോയിട്ട് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യും. ശരിക്കും ശരി, ലച്ചൂസ് റെഡി ആയിട്ടോ? റെഡി ആയിട്ട് വാണ്. ഒന്നും ഉള്ളവരാണോ പറഞ്ഞേ? ഉള്ള കാര്യം നമുക്ക് അടുത്ത ജില്ലക്ക് പിടിക്കാന്ന്. ശരിക്കും അടുത്ത ജില്ലയിലോട്ട് പോവൂ? ലച്ചു, സമയം ലേറ്റ് ആവുന്നു കേട്ടാ, പെട്ടെന്ന് പോവാം. വാ ലച്ചു. അതെ സിദ്ധു, നമ്മൾ ഏത് ജില്ലയിലോട്ടാ പോന്നെ? അതൊക്കെ ഉണ്ട് സർപ്രൈസ്. എന്തോന്ന് സിദ്ധു ഒന്ന് പറ. പറയത്തില്ല, സർപ്രൈസ്. സിദ്ധു ഒന്ന് പ്ലീസ് പറ. സിദ്ധു സിദ്ധു പ്ലീസ് സിദ്ധു ഒന്ന് പറ. പറയാടാ, കൊറേ നേരം പറയാന്ന് പറയുന്നേ. പറ, നമ്മൾ ഏത് ജില്ലയിലോട്ടാ പോന്നെ? സർപ്രൈസ് ആണ്. എങ്ങനെയുണ്ട് സെറ്റപ്പ് ഒക്കെ? ഡബിൾ ഓക്കേ. ഷാൽ വി? യെസ്. കൊള്ളാലോ സെറ്റപ്പ്. എവിടെ ഈവൻ ടീം? എവിടെ ഈവൻ ടീം? Let's ഓ, that is Mr. കേശു യാൻലി. ഇദ്ദേഹമാണ് നമ്മുടെ ഈവന്റ് മാനേജർ. അതുപോലെ ഈ ബുദ്ധി മെയിൻ ആയിട്ടും അവന്റെ തലയിൽ നിന്നാണ് വന്നത്. അത് ഭവാനി കലോറി. ആൻഡ് ദാറ്റ് ഈസ് കനക അസൂര. പിന്നെ ഇത് ഗൗരി ലയ ഫാത്തിമ. ആൻഡ് ദാറ്റ് ഈസ് ശിവാനി അലനി. നമുക്ക് വേണ്ടി സ്പെഷ്യൽ റൊമാൻറ്റിക് പാട്ട് പാടാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയതാണ്. അല്ല അപ്പൊ ഇതേതാ? അളിയാ ഇതാരടാ? ഇത് മറ്റേ പാറു ബട്ടർഫ്ലൈന വാലന്റീന വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രത്യേകം ഇറക്കിയ ചീഫ് ഗസ്റ്റ്. മാഡം ആർ യു ഹാപ്പി? സൂപ്പർ ഹാപ്പി. ഫോർട്ട് കൊച്ചിയിൽ റിസർവ് ചെയ്തതിനേക്കാൾ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ഓഫ് കോഴ്സ് വി ആർ കോസ്റ്റ്ലി. ഇതാ കണ്ടില്ലേ, ചൈനീസ് കൊനനഷൻ നഹി. ലച്ചൂസേ, ഓ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇരിക്കും. കന്നിമലരെ കണ്ണിനഴകെ അരികിലായാരു നീ എന്നിലലിയാൻ മഞ്ഞുമഴയായി എന്തിനായി വന്നു നീ? കന്നിമലരെ
അളിയാ പടക്കം നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ പ്ലാനിങ്ങിലും ഇല്ലായിരുന്നു. ഓ സർപ്രൈസ് ആയിരുന്നല്ലേ. ഞാൻ കൊല്ല അതിനുള്ള ബഡ്ജറ്റ് തന്നില്ലല്ലോ ഇനി. പിന്നെ ശിവാനി ഹാപ്പി വാലന്റൈൻസ് ഡേ. This is my entertainment. ഷിബുറോക്സ് ഞെട്ടിച്ച്. എന്റെ എന്റർടൈൻമെന്റ് എന്താ ഞാനും കാണിച്ചാളാ. അലവലാതി എനിക്ക് വട്ടല്ല നിന്നോട് നിൽക്കാൻ. മര്യാദ